ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ജനുവരി 20 സ്റ്റോക്സ് ആണ്. ഓക്കെ, അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് സമയപരിമിതി മൂലമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്നത് വോൾട്ടാസ് ആണ്. വോൾട്ടാസ് അറിയാം, അവിടെ ചെറിയൊരു ചാനൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വരുന്നു, റിജക്ഷൻ വരുന്നു, പിന്നെ ഇവിടെ നിന്ന് റിജക്ഷൻ വരുന്നു. ഓക്കെ, വീണ്ടും മുകളിലേക്കുള്ള ഒരു ടെൻഡൻസിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ എന്തായാലും എത്താനുള്ള ചാൻസ് ഉണ്ട്. ഇത് ITC ആണ്. ITC ഒരു W പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഡബിൾ ബോട്ടം. ഓക്കെ, അതിൻ്റെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ക്യാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ കുറച്ച് ദിവസമായിട്ട് നല്ലൊരു മൊമെൻറ്റത്തിലായിരുന്നു. ഓക്കെ, നല്ല ബുള്ളിഷ് മൊമെൻ്റ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി വീണ്ടും ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കാം. TVS മോട്ടറാണ്. TVS മോട്ടർ ഈ ഒരു റീജിയൻ. ഓക്കെ, ഈ ഒരു റീജിയൻ നല്ലൊരു കണ്ടോ, ഈ ഭാഗത്തൊക്കെ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഈ ഭാഗത്ത് ഇത്തിരി സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ആണ് വരുന്നത്. ഇതിനെ ക്രോസ് ചെയ്യുന്നു, വീണ്ടും അവിടെ എത്തിയതിനു ശേഷം ഈ ഭാഗത്ത് സപ്പോർട്ട് എടുക്കുന്നു, തിരിച്ചു കയറുന്നു. ഓക്കെ, അപ്പോൾ നാളെ ഈ ക്യാൻഡിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്കുള്ള ഒരു മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഇത് ടൈറ്റാൻ ആണ്. ടൈറ്റാൻ. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഡോജിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ലോ ആണ് ബ്രേക്ക് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും ഈ ഒരു ലെവൽ വരെ വരാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പോലെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. TCS ആണ്. TCSഉം ഒരു പ്രൈസ് ആക്ഷൻ തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്തൊരു കൺസോൾട്ടേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനും ഉണ്ട്. ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വിശകലനം ചെയ്യാം. ഓക്കെ, ഇതാണ് TCSനെ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വാച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ചാനലിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കാണുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നതാണ്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഏറെക്കുറെ ഒരു ഇത് അതേപോലെ പാലിക്കപ്പെടുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നതായിട്ട് കണ്ടു. അതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം കണ്ടോ ഇവിടെ വന്നിട്ട് അത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു, സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറി. ഓക്കെ, പിന്നെ ഇതായിരുന്നു നമ്മുടെ റെസിസ്റ്റൻസ് സോൺ. ഉണ്ടോ, ആ ഭാഗം സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും നമ്മുടെ റെസിസ്റ്റൻസ് സോൺ ഇതാണ്. ഓക്കെ, ഇനി ഇതിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ ബ്രേക്ക് ഔട്ടിനനുസരിച്ചാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ട്രെൻഡ് ലൈൻ ഉണ്ട്, ഇതിന് ബ്രേക്ക് ഔട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു ലെവല് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്വേർഡ് മൊമെൻറ്റത്തിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു ഡൗൺവേർഡിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഈ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് ആക്കാം. ഓക്കെ, ഇതൊരു 78 രൂപേൻ്റെ ഒരു റേഞ്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നല്ലൊരു നെഗറ്റീവ്നെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് തരണം. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു റീജിയൻ്റെ ബ്രേക്ക് ഔട്ടിനനുസരിച്ച് നമുക്ക് ഈ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ഈ ഒരു റീജിയൻ, ഓക്കെ, ഈ ഒരു റീജിയന് താഴത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു റീജിയൻ നോക്കി മനസ്സിലാകേണ്ടത് ഈ ഒരു ഭാഗത്തൊക്കെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് മുകളിലേക്ക് കയറുന്നത്, ഈ ഒരു ഭാഗത്ത് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റീജിയൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ എത്താനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ സിംഗിൾ ലോൻ്റെ താഴെയാണ് വെക്കാറ് നോർമലി. അപ്പോൾ വെക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തെ കൊണ്ട് വെക്കണം. ഈ ഒരു ഭാഗത്ത് കൊണ്ട് വെക്കുക എന്ന് പറയുമ്പോൾ എത്ര രൂപ, 3278, 3250, 28 രൂപേൻ്റെയൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നോർമലി ഞാൻ ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അടുത്തൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ എവിടെയാണോ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വയ്ക്കും, അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ്സ് ക്യാൻഡലിൻ്റെ നേരെ താഴെ കൊണ്ടുവന്ന് വയ്ക്കും. ഓക്കെ, ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇനി അത് മാത്രമല്ല, നമുക്ക് അടുത്ത മാർക്കറ്റ് കണ്ടീഷനിൽ ഇവിടെ ഇടയിലൊരു സ്വിങ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്വിങ്ങിൻ്റെ ഇടയിലും നമുക്ക് ഇത് കൊണ്ടുവയ്ക്കാം. ഇവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു റീജിയനിൽ കൊണ്ടുവയ്ക്കാം. പക്ഷെ ഇത് നല്ലൊരു ട്രെൻഡിങ്ങിൽ ഇരിക്കുന്നതാണ്. ഇവിടെ ഒരു കൺസോളിഡേഷൻ ആണ്. ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നല്ലൊരു മൊമെൻറ്റം തരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ITC ആണ്. ITC
ഒരു ചാനലിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഒരു കൺസോളിഡേഷൻ ആണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ റീജിയനും ചെറുതായത്. ഇപ്പോൾ 220 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇവിടെ 217 രൂപയ്ക്ക് താഴേക്കാണ് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉള്ളത്. ഓക്കെ, അടുത്തത് വോൾട്ടാസ് ആണ്. വോൾട്ടാസും ഇങ്ങനെ ട്രെൻഡ് ലൈനിന് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ 913 രൂപ 75 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 892 രൂപയ്ക്ക് താഴേക്കാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്ത ടൈറ്റാൻ ആണ്. ടൈറ്റാൻ 1523 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 1492 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇവിടെ ഈ ഒരു റീജിയൻ ഉണ്ടോ, ഈ ഒരു റീജിയനിൽ ഈ താഴത്തേക്ക് വരികയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അടുത്ത ക്യാൻഡിലിന്റെ ലോന്ന് നിങ്ങൾക്ക് ആ എൻട്രി എടുക്കാം. ഈ ക്യാൻഡിലിന്റെ താഴെ, അതായത് ഈ ഒരു റീജിയനിലായിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസും വെക്കാം. ഈ ഭാഗത്തേക്ക് ഫോൾ ചെയ്യുകയാണ്, ഇവിടെ നല്ലൊരു സപ്പോർട്ട് എടുക്കുന്നുണ്ട് കാണുകയാണെങ്കിൽ നല്ല വോളിയത്തോടു കൂടിയുള്ള ക്യാൻഡിൽ തന്നെ ആയിരിക്കണം കേട്ടോ ആ ഉണ്ടാകുന്ന ബുള്ളിഷ് ക്യാൻഡിൽ. അടുത്തത് TVS മോട്ടറാണ്. TVS മോട്ടർ 515 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 496 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ കണ്ട ഒരു റീജിയൻ കണ്ടോ, ഒരു സപ്പോർട്ട് റീജിയൻ ഇടയിലുണ്ട്. അപ്പോൾ ഈ റീജിയനിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാക്കി, അതൊരു 15 മിനിറ്റ് ക്യാൻഡിലൊക്കെ ആണെങ്കിൽ വളരെ നല്ലത്. 15 മിനിറ്റ് ക്യാൻഡിൽ വിത്ത് നല്ല വോളിയത്തോടു കൂടി ക്ലോസ് ചെയ്യുന്ന ടൈം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ക്യാൻഡിലിന്റെ ലോയിൽ നിന്ന് നിങ്ങൾക്ക് ഈ ട്രേഡ് എടുക്കാം. ഈ ക്യാൻഡിലിന്റെ താഴെ, അതായത് ഈ ഒരു റീജിയനിൽ ഇതിന്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എടുക്കുകയാണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ സപ്പോർട്ട് സോൺ എന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് വളരെ മിനിമം ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു എടുക്കുന്ന പോലല്ല. ഇത് മിക്കവാറും നമ്മൾ മൊമെന്റ് ആണ് ക്യാച്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ പ്രൈസ് ആക്ഷനെയാണ് മെയിനായിട്ട്, അതായത് ആ സപ്പോർട്ട് എടുക്കുന്ന റീജിയനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഇവിടെയും ഈ റീജിയനിൽ സപ്പോർട്ട് എടുക്കാം, ഇതിനെ ക്രോസ് ചെയ്ത് വന്ന് അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ റീജിയനിൽ വരികയാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസും കൂടി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 980 കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 20 സബ്സ്ക്രൈബേഴ്സ് കൂടി ആയാൽ 1K ആവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് തപ്പുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സമയപരിമിതി മൂലമാണ്. നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാം. വല്ല പോരായ്മ തോന്നുന്നുണ്ടെങ്കിൽ അറിയിക്കാം. എല്ലാ പ്രാവശ്യവും പറയുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ലാഭകരമായ ഒരു ദിവസം നേർന്നുകൊണ്ട് വിട പറയുകയാണ്. നിങ്ങളുടെ സ്വന്തം അരുൺജി.